അഴിമതി നടത്തിയവരെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ട് യുവമോർച്ച PSC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിൻസുക്കി യൂണിസെക്സ് സലൂൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ് നിയർ KSRTC സബ് ഡിപ്പോ, വെള്ളയാങ്കുടി. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. PSC അഴിമതി നടത്തിയവരെ പുറത്താക്കുക, സ്വതന്ത്ര അന്വേഷണത്തിന് സർക്കാർ ഇടപെടൽ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ PSC ഓഫീസിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. യുവമോർച്ച ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് അനന്തു മങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യുവമോർച്ച ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗോപിനാഥ് നേതൃത്വം നൽകി. ഇടുക്കി സൌത്ത് ജില്ലാ അധ്യക്ഷൻ VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ അനന്തു മങ്ങാട്ടിൽ, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഗോകുൽ ഗോപിനാഥ്, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ വിഷ്ണു, അതുപോലെ സന്നിഹിതരായിട്ടുള്ള യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഗൗതം, പാർട്ടിയുടെ ഉൾപ്പെടെ ഏറെ ബഹുമാനരായിട്ടുള്ള യുവമോർച്ചയുടെ പ്രവർത്തകരെ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. നമുക്കറിയാം, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളുടെ ആസ്ഥാനയായിരുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്രയമായിരുന്ന PSC എന്ന് പറയുന്ന പബ്ലിക് മേഖലയിലുള്ള സംസ്ഥാനത്തെ തച്ചുവെച്ചുകൊണ്ട് അതിനെ അഴിമതിയുടെയും അധികാരത്തിൻ്റെയും വലിയ രംഗമാക്കി മാറ്റിയ ഇടതുപക്ഷ സർക്കാരിൻ്റെയും അതിനുശേഷം പോയിരിക്കുന്ന വലതുപക്ഷ സർക്കാരിൻ്റെയും നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആസൂത്രണ ബോർഡിൽ ഉണ്ടായിട്ടുള്ള അനധികൃത നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം യുവമോർച്ച നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ PSCയിൽ 21 മെമ്പർമാരാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ 21 മെമ്പർമാരെ, ഒരു ചെയർമാനും ബാക്കി 20 മെമ്പർമാരുമുള്ള 21 പേരുടെ അംഗസംഖ്യയാണ് PSCയിലുള്ളത്. ഓരോ അംഗത്തിനും ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. PSC ചെയർമാൻ്റെ സാലറി 4,10,000 രൂപയാണ്. 25 കോടി ജനങ്ങളുള്ള UPയിൽ അവിടുത്തെ PSCയുടെ മെമ്പർമാരുടെ എണ്ണം 6+1 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെയർമാനും 6 അംഗങ്ങളുള്ള 7 അംഗങ്ങളാണ് മൊത്തം അവിടെ ഉള്ളത്. അവിടുത്തെ സാലറി 2.5 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ കേരളം ഇത്രയും വലിയ കടക്കണിയിൽപ്പെട്ട് ഉള്ളുമ്പോഴും കേരളത്തിലെ PSCയുടെ ചെയർമാനും അതുപോലെ തന്നെ മെമ്പർമാർക്കും വാരിക്കോരി ഇങ്ങനെ സാലറി കൊടുത്തവരെ സൂക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കണം. കാരണം CPM-മായി ചേർന്ന് നിന്ന CPM-ന്റെ വക്കാലത്ത് പിടിക്കുന്ന CPM-ന്റെ വിടുവേല ചെയ്യുന്ന ഒരാളെ പിടിച്ച് കേരളത്തിന്റെ PSCയുടെ ചെയർമാനാക്കിയ സമയം മുതൽ ആ പിൻവാതിൽ നിയമനമല്ലാതെ ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാര് ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ എല്ലാ നിയമനങ്ങളും പിൻവാതിലൂടെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ശ്രീമാൻ പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അർജുൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗൌതം കൃഷ്ണ, വിഷ്ണുപ്രസാദ്, BJP കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സുജിത് ശശി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജു മോനായി, മോർച്ച സംസ്ഥാനാംഗം ശ്രീഹരി PS എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
നിങ്ങളുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും കൂടുതൽ മിഴിവാർന്നതാകുവാൻ ഇനി മുതൽ കിൻസുഗി യൂണിസെക്സ് സലൂൺ ആൻഡ് ബ്യൂട്ടി ഹബ്, കിലോ ബസാർ ബിൽഡിംഗ്, നിയർ KSRTC സബ് ഡിപ്പോ, വെള്ളയാങ്കുടി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി മികച്ച സേവനങ്ങൾ. എല്ലാ ബ്യൂട്ടി സർവീസുകളും ഇനി ഒരു കുടക്കീഴിൽ. പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം. ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക ഓഫറുകൾ. കട്ടപ്പനയിൽ ആദ്യമായി നാനോച്ചിപ്പുകൾ ഉപയോഗിച്ച് കൊറിയൻ ഫേഷ്യൽ, ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റി മോയ്സ്ചറൈസ്ഡ് ആൻഡ് പെർഫെക്റ്റ് ഗ്ലോയും സ്വന്തമാക്കാം. ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് ഹെയർ കട്ടിംഗ്, സ്കിൻ കെയർ, ഹെയർ സ്പാ, സ്മൂത്തനിങ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ. എല്ലാവിധ ഫേഷ്യലുകളും ഹെയർ ട്രീറ്റ്മെന്റുകളും. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ കൂടുതൽ സുന്ദരമാക്കുവാൻ കിൻസുഗി. Kinsugi Unisex Salon and Beauty Hub, Kilo Bazaar Building, near KSRTC Sub Depot, Velayangudi.